ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, പാലക്കാട് ജില്ലയിൽ നെന്മാറ നിയമമണ്ഡലത്തിൽ നമ്മുടെ ശ്രീമാൻ കെ ബാബു MLA ആയിരിക്കുമ്പോൾ 10 വർഷം മുമ്പ് കൊടുവായൂർ ബൈപ്പാസ്, കൊല്ലങ്കോട് ബൈപ്പാസ്, നെന്മാറ ബൈപ്പാസ് എന്ന് ബോർഡ് വയ്ക്കുകയും ആദ്യം MLA ആയ ഉടനെ ബോർഡ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 10 വർഷമായിട്ടും 9.5 വർഷം കഴിഞ്ഞു, 9.25 വർഷം കഴിഞ്ഞു, 10 വർഷമായി. ഈ 10 വർഷമായിട്ടും ഈ കൊല്ലങ്കോട് നെന്മാറ കൊടുവായൂർ ബൈപ്പാസ് ഒന്നും പണി തുടങ്ങുകയോ അതിന് വേണ്ട നടപടിയെ സ്വീകരിച്ചിട്ടില്ല. പിന്നെ നെന്മാറ ആശുപത്രി മെച്ചപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. പിന്നെ നെന്മാറ ആശുപത്രി മെച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞത് നെന്മാറ ആശുപത്രിയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റുകയും ഒരു 60ഓളം ബെഡുള്ള ആശുപത്രിയുടെ കെട്ടിടം പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് അറിയില്ല. ബ്ലോക്ക് പഞ്ചായത്താണ് ഇവർ ഭരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് 10-40 വർഷമായി ഭരിച്ചിട്ട് നെന്മാറ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് പല പ്രാവശ്യം സമരം ചെയ്തിട്ടും ഇതിന് പരിഹാരമുണ്ടായിട്ടില്ല. പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ. ഇപ്പോൾ വീണ്ടും ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ വേണ്ട വോട്ട് കിട്ടും എന്നാണ് CPM പറയുന്നത്. എന്നാൽ ഇവിടെ ഒന്നും പറഞ്ഞ കാര്യങ്ങൾ ആരോഗ്യമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, പിന്നെ ആയിക്കോട്ടെ, റോഡുകളൊക്കെ കുത്തിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കേരളത്തിൽ ഉടനീളമുള്ള റോഡുകൾ. ഈ റോഡൊന്നും നന്നാക്കാതെ പല ഭാഗത്തും അളവശ്ശേരി പോത്തുണ്ടി റോഡ്, അയിലൂർ അടിപ്പരണ്ട ഒലിപ്പാറ റോഡ് വർഷങ്ങളായി കുത്തിപ്പൊളിച്ചിട്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോൾ ആ അളവശ്ശേരി പോത്തുണ്ടി റോഡ് ഉടനെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ്. അപ്പോൾ പിന്നെ അയിലൂർ നെന്മാറ റോഡ്, ഒലിപ്പാറ റോഡ് ഇപ്പോഴും ടാറിങ് നടക്കാതെ വളരെ ബുദ്ധിമുട്ട്, ക്ലേശങ്ങളും അനുഭവിക്കുകയാണ് ജനങ്ങൾ. ഈ അയിലൂർ പഞ്ചായത്തിലും നെന്മാറ പഞ്ചായത്തിലും നെല്ലിയാമ്പതി പഞ്ചായത്തിലും എന്ത് വേണം 10 പഞ്ചായത്തുകളും റോഡിൻ്റെ അവസ്ഥ വല്ലാത്ത ദുരിതത്തിലാണ്. കേരളത്തിലെ എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. ഇതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല പിണറായി സർക്കാർ. അപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിനെ കുറ്റം പറയുകയും മുഖ്യമന്ത്രിയെ വാഴ്ത്തുന്നതിന് വേണ്ട നടപടിയാണ് ദിവസം വാർത്ത കൊടുത്ത് പണം വാരി എറിഞ്ഞ് പത്രക്കാരെയും TV-ക്കാരെയും എല്ലാം കൂട്ടുപിടിച്ച് ചെയ്യുന്നത്. ഇത് തെറ്റായ നടപടിയാണ്. നാട്ടുകാരുടെ പണം എടുത്താണ്, സെയിൽ ടാക്സ് പിരിച്ച കാശെടുത്തിട്ടാണ് ഇവർ പത്രപരസ്യം നടത്തുന്നത് പിണറായി സർക്കാർ. അത് വീണ്ടും 3ാം സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെല്ലാം കുതിച്ചു കയറി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ വേളയിൽ എല്ലാവരും UDF-നെ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുകയാണ് മാത്രമാണെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ട നടപടി ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി, പിന്നെ കൊച്ചി മെട്രോ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി, പിന്നെ ഇവിടെ എല്ലാ പാലക്കാട് ജില്ലയിലും കേരളത്തിലും 14 ജില്ലകളിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന ആ മെഡിക്കൽ കോളേജൊന്നും പ്രാവർത്തികമാകാതെ ഇപ്പോഴും കിടക്കുകയാണ്. 10 വർഷം മുമ്പ് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് ഇനിയും ഉദ്ഘാടനം പല ഭാഗത്തും കഴിഞ്ഞിട്ടില്ല, പല ജില്ലകളിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി. ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഇതാണ്. പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കേണ്ട കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും ആശുപത്രി പണിതതെല്ലാം ആശുപത്രിയിൽ ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ലാതെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ആവശ്യത്തിനുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ, പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ കൊല്ലങ്കോട് നെന്മാറ ആശുപത്രിയിൽ ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം നന്നായി നടക്കുമെന്നും നെന്മാറ നിയമമണ്ഡലത്തിൽ MLA സ്ഥാനാർത്ഥിയായിട്ട് 2026 ഏപ്രിൽ മാസത്തിൽ ശങ്കരനാരായണൻ ആണ് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ശങ്കരനാരായണൻ എന്ന ആൾ ഞാനാണ്. അപ്പോൾ അത് എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നും, അപ്പോൾ ഈ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്നും, യൂട്യൂബ് ചാനലാണ്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവ കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി താഴ്മയോട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.